നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെമ്മറി ഹൈറാർക്കി ടെക്നോളജിയാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയുടെ ഹൈറാർക്കി എങ്ങനെയാണ്. നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് ഒരു സിംഗിൾ മെമ്മറി അല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറീസ് ആണ് നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളത്. അതിൽ മെയിനായിട്ട് വരുന്നത് അതിന് നമുക്കൊരു ലെവൽ വൈസായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ അകത്ത് മെയിൻ വരുന്നത് ലെവൽ 0-ൽ, അതായത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയാണ് ലെവൽ 0-ൽ വരുന്നത്. അതാണ് CPU രജിസ്റ്റേഴ്സ്. CPU രജിസ്റ്റേഴ്സ് ആണ് ലെവൽ 0-ൽ വരുന്നത്. രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ ഹൈ സ്പീഡ് ആയിട്ടുള്ള മെമ്മറിയാണ്. പക്ഷേ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള മെമ്മറിയും രജിസ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് നമ്പർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ നമ്പർ കൂടുന്തോറും നമ്മുടെ ക്യാഷ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ്നെസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മൾക്ക് കൂടുതൽ എമൗണ്ട് ചിലവായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഫുള്ളി രജിസ്റ്റേഴ്സ് മാത്രമായിട്ടൊരു മെമ്മറി എന്ന് പറയുന്നത് പോസിബിൾ അല്ല. സോ നെക്സ്റ്റ് കൈൻഡ് ഓഫ് മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറിയാണ് ലെവൽ 1-ലുള്ളത്. ക്യാഷും ഹൈ സ്പീഡായിട്ടുള്ള മെമ്മറിയാണ്. SRAMs ആണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. സെക്കൻഡ് ലെവലിൽ വരുന്നത് നമ്മുടെ മെയിൻ മെമ്മറി അല്ലെങ്കിൽ DRAMs ആണ്. മെയിൻ മെമ്മറി രജിസ്റ്റേഴ്സിനെയും ക്യാഷിനെയും വച്ച് നോക്കുമ്പോൾ അതിൻ്റെ സ്പീഡ്, ആക്സസ് ടൈം എന്ന് പറയുന്നത് കുറവാണ്. ആക്സസ് ടൈം എന്ന് പറയുന്നത് കൂടുതലാണ് കമ്പയർഡ് ടു ക്യാഷ് ആൻഡ് രജിസ്റ്റേഴ്സ്. ക്യാഷിനും രജിസ്റ്റേഴ്സിനും ആക്സസ് ചെയ്യാൻ വളരെ കുറച്ച് ടൈം മതി കമ്പയർഡ് ടു മെയിൻ മെമ്മറി. പക്ഷേ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇൻക്രീസ് ആയിട്ടുണ്ട്. മെയിൻ മെമ്മറിയിൽ ക്യാഷിലും രജിസ്റ്റേഴ്സിലും ഉള്ളതിൽ കൂടുതൽ കണ്ടൻറ്റ് നമുക്ക് മെയിൻ മെമ്മറിയിലേക്ക് വയ്ക്കാനായിട്ട് സാധിക്കും. തേർഡ് വൺ ഇസ് ഡിസ്ക് സ്റ്റോറേജ്. ഡിസ്ക് സ്റ്റോറേജ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ് ഡിസ്ക് പോലത്തെ മാഗ്നറ്റിക് സ്റ്റോറേജ് ആണ്. അവിടെ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് മെയിൻ മെമ്മറിയിലും കൂടുതലാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ ഡിസ്ക് സ്റ്റോറേജ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് കമ്പയർഡ് ടു മെയിൻ മെമ്മറി, ക്യാഷ് ആൻഡ് രജിസ്റ്റേഴ്സ്. അപ്പോൾ അത് ആക്സസ് ചെയ്യാൻ മോർ ടൈം എടുക്കുക തന്നെ ചെയ്യും. ഫോർത്ത് ലെവൽ എന്ന് പറയുന്നത് ബാക്കപ്പ് സ്റ്റോറേജ് ആണ്. ഒപ്റ്റിക്കൽ ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്സ് പോലെയുള്ള ബാക്കപ്പ് സ്റ്റോറേജുകളാണ്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈയും കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവുമാണ്. അപ്പോൾ അത് ആക്സസ് ചെയ്യാൻ മോർ ടൈം എടുക്കും. അപ്പോൾ ഇവിടെ ഒരു ട്രേഡ് ഓഫ് ആണ്. ഒന്നെങ്കിൽ ആക്സസ് ടൈം കൂടി വരും, അതായത് നമുക്ക് വേണ്ട ഔട്ട്പുട്ട് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ഡിലേ ആയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് കൂടി വരും. ഇതിന് തമ്മിലുള്ള ട്രേഡ് ഓഫ് ആണ് ഈ മെമ്മറി ഹൈറാർക്കി എന്ന് പറയുന്നത്. നമുക്ക് ദ ഗോൾ ഓഫ് മെമ്മറി ഹൈറാർക്കി എന്ന് പറയുന്നത് ഈസ് ടു കീപ് ദ കണ്ടൻറ്റ്സ് ദാറ്റ് ആർ നീഡഡ് നൗ അറ്റ് ഓർ നിയർ ദി ടോപ്പ് ഓഫ് ദി ഹൈറാർക്കി. നമുക്ക് ഇപ്പോൾ വേണ്ട കണ്ടൻറ്റിനെ ഈ ഒരു ഹൈറാർക്കിയുടെ മുകളിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ മെമ്മറി ഹൈറാർക്കി ടെക്നോളജിയുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഇതിന് വരാവുന്ന മെയിൻ പാരാമീറ്റേഴ്സ്, അതായത് മെമ്മറി ഹൈറാർക്കീനെ നമ്മൾക്ക് ആക്സസ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള മെയിൻ പാരാമീറ്റേഴ്സാണ് ആക്സസ് ടൈം, നമ്മൾ ആക്സസ് ചെയ്യുന്ന ടൈം, മെമ്മറിയുടെ സൈസ്, കോസ്റ്റ് പെർ ബൈറ്റ്, ട്രാൻസ്ഫർ ബാൻഡ്വിഡ്ത്ത്, യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ. ഇതൊക്കെയാണ് ഇതിൽ നമ്മുടെ മെമ്മറി ഹൈറാർക്കി പറയുമ്പോൾ വരാവുന്ന പാരാമീറ്റേഴ്സും. ദർ ആർ 3 മെയിൻ പ്രോപ്പർട്ടീസ് ഫോർ എ മെമ്മറി ഹൈറാർക്കി: ഇൻക്ലൂഷൻ, കൊഹെറൻസ് ആൻഡ് ലൊക്കാലിറ്റി. ഇത് മൂന്നും എന്താണെന്നും ഈ പാരാമീറ്റേഴ്സ് എന്താണെന്നും നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് നോക്കാം അടുത്ത സ്ലൈഡുകളിൽ. മെമ്മറി ഹൈറാർക്കി പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? ഹൈറാർക്കിയിൽ വരുന്ന പാരാമീറ്റേഴ്സ്. TI ഈസ് ആക്സസ് ടൈം. ആക്സസ് ടൈമിനെ ഡിനോട്ട് ചെയ്യുന്നത് TI എന്നാണ്. അതായത് റൗണ്ട് ട്രിപ്പ് ടൈം ഫ്രം CPU ടു ith ലെവൽ ഓഫ് മെമ്മറി. നമുക്കൊരു വേർഡിനെ വേണം, അതിന് കിട്ടണം, അത് ith ലെവൽ ഓഫ് മെമ്മറിയിലാണ് എങ്കിൽ അവിടേക്ക് പോയി തിരിച്ച് CPU-ൽ എത്താനുള്ള ടൈമിനെയാണ് റൗണ്ട് ട്രിപ്പ് ടൈം എന്ന് പറയുന്നത്. ആ ഒരു റൗണ്ട് ട്രിപ്പ് ടൈമാണ് ആക്സസ് ടൈം എന്ന് പറയുന്നത്. ആക്സസ് ടൈം എന്ന് പറയുന്നത് താഴത്തെ ലെവലുകൾക്ക് കുറവും മുകളിലേക്ക് ചെല്ലുന്തോറും ആക്സസ് ടൈം കൂടി വരും. ഇവിടെ T ഓഫ് I മൈനസ് 1, T ഓഫ് I പ്ലസ് 1 എന്ന് പറയുന്നതിൽ ഐൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1, 2, 3, 4 ആകാം. 1 ഫോർ രജിസ്റ്റർ ലെവൽ, 2 ഫോർ മെയിൻ മെമ്മറി, 3 ഫോർ ഡിസ്ക്, 4 ഫോർ ബാക്കപ്പ് ആൻഡ് സ്റ്റോറേജ് ലെവൽ.
ഇത് നമുക്ക് കൂട്ടാം, രജിസ്റ്റർ ലെവൽ, അത് കഴിഞ്ഞ് ക്യാഷ് ലെവൽ വരാം. ഇപ്പോൾ ഇവിടെ 1 2 3 4 എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആക്സസ് ടൈം എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ് ഓർഡറിലാണ് പോകുന്നത്. രജിസ്റ്റർ ലെവലിനേക്കാളും ആക്സസ് ടൈം എടുക്കും മെയിൻ മെമ്മറിക്ക്, അതിൽ കൂടുതൽ ഡിസ്കിനെടുക്കും, അതിൽ കൂടുതൽ ബാക്കപ്പ് ആൻഡ് സ്റ്റോറേജ് ലെവലിൽ എടുക്കും. അതാണ് ആക്സസ് ടൈം. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെമ്മറി സൈസാണ്. അതായത് സൈസ് ഓഫ് മെമ്മറി. ആ ഒരു മെമ്മറിക്ക് എത്ര ബൈറ്റുകളെ അല്ലെങ്കിൽ വേർഡ്സിനെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്, അതാണ് മെമ്മറി സൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഹാർഡ് ഡിസ്ക് എടുക്കുകയാണെങ്കിൽ ഹാർഡ് ഡിസ്കിൻ്റെ മെമ്മറിയുടെ സൈസ് എത്രയാണ്? നമ്മൾ പറയും ഇതൊരു 1 TB റാമാണ്, 1 TB ഹാർഡ് ഡിസ്ക്കാണ്. ആ ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് 1 ടെറാബൈറ്റ് മെമ്മറി നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് നമ്മൾ മെമ്മറി സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് ബൈറ്റ്സ് ഓർ വേർഡ്സ് ഇൻ ദി ith ലെവൽ ഓഫ് മെമ്മറി. രജിസ്റ്റർ ലെവലിൽ അത് കുറവായിരിക്കും കമ്പയർഡ് ടു മെയിൻ മെമ്മറി, കമ്പയർഡ് ടു ഡിസ്ക്, കമ്പയർഡ് ടു ബാക്കപ്പ് സ്റ്റോറേജ് ലെവൽ. സോ ഈ നമ്മുടെ മെമ്മറി സൈസും ഒരു ഇൻക്രീസിങ് ഓർഡറിലാണ് മൂവ് ചെയ്യുന്നത്. S(i-1) ലെസ് ദാൻ S(i) ലെസ് ദാൻ S(i+1) ആണ്. നെക്സ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് കോസ്റ്റ് പെർ ബൈറ്റ് ആണ്. അതായത് ഒരു ith ലെവൽ ഓഫ് മെമ്മറിയിൽ പെർ ബൈറ്റ് കോസ്റ്റാണ് നമ്മൾ പെർ ബൈറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ബൈ കോസ്റ്റ് ഓഫ് i ഇൻറ്റു സൈസ് ഓഫ് i. നമ്മുടെ കോസ്റ്റ് പെർ ബൈറ്റ് എന്ന് പറയുന്നത് ഒരു ith ലെവൽ ഓഫ് മെമ്മറിയിൽ പെർ ബൈറ്റിന് എത്ര കോസ്റ്റ് വരും എന്നുള്ളതാണ് C(i) കൊണ്ട് നമ്മൾ പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ സൈസ് ഇൻറ്റു കോസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. കോസ്റ്റ് എന്ന് പറയുന്നത് ഡിക്രീസിങ് ഓർഡറിലാണ് പോകുന്നത്. അതായത് രജിസ്റ്റർ ലെവലിലായിരിക്കും കോസ്റ്റ് വളരെ കൂടുതൽ കമ്പയർഡ് ടു മെയിൻ മെമ്മറി, കമ്പയർഡ് ടു ഡിസ്ക്. നമ്മുടെ താഴത്തെ ലെവലുകൾക്കായിരിക്കും മോർ കോസ്റ്റ് പെർ ബൈറ്റ് വരുന്നത്. അടുത്തത് ട്രാൻസ്ഫർ ബാൻഡ്വിഡ്ത്ത്. ട്രാൻസ്ഫർ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് റേറ്റ് അറ്റ് വിച്ച് ഇൻഫർമേഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ലെവൽസ്. അടുത്തടുത്തുള്ള ലെവൽസ് തമ്മിൽ എന്ത് റേറ്റിലാണ് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് ട്രാൻസ്ഫർ ബാൻഡ്വിഡ്ത്ത്. ട്രാൻസ്ഫർ ബാൻഡ്വിഡ്ത്തും ഒരു ഡിക്രീസിങ് ഓർഡറിലാണ് പോകുന്നത്. അതായത് ഏറ്റവും ചെറിയ മെമ്മറിക്ക് ട്രാൻസ്ഫർ ബാൻഡ്വിഡ്ത്ത് കൂടുതലായിരിക്കും. അതിൻ്റെ കുറച്ച് കാര്യങ്ങളുള്ളൂ, അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ എളുപ്പമുണ്ട്. കമ്പയർഡ് ടു വലിയ മെമ്മറീനെ ആക്സസ് ചെയ്യാനും കുറേ ടൈം എടുക്കും. സോ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നതും ഡിക്രീസിങ് ഓർഡറിലാണ് മൂവ് ചെയ്യുന്നത്. റേറ്റ് അറ്റ് വിച്ച് ഇൻഫർമേഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ലെവൽസ് ആണ് ട്രാൻസ്ഫർ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്. അടുത്തത് യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ. യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മിനിമമായിട്ട് ഒരു സൈസ്, ഗ്രെയിൻ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ലെവൽ i ആൻഡ് i+1. ലെവൽ ഐയും ഇപ്പോൾ രജിസ്റ്റർ ലെവലും മെമ്മറിയും തമ്മിൽ എന്താണ് ഏറ്റവും ബേസിക് യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് ഒരു ഇൻക്രീസിങ് ഓർഡറിലാണ് പോകുന്നത്. ഇൻക്രീസിങ് ഓർഡറിൽ രജിസ്റ്റർ ലെവലിൽ എല്ലാം ഒരു വേർഡ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്തേക്കുന്നത്. മെയിൻ മെമ്മറിയിൽ അങ്ങനെയല്ല, പേജസ് ആയിരിക്കാം, ഡിസ്കിൽ സെഗ്മെൻറ്റ്സ് ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണ് അത് സ്റ്റോർ ചെയ്തേക്കുന്നത്? അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ ലെവൽ അനുസരിച്ച് മാറിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ അത് ഒരു ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മളുടെ ഈ ഒരു യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ മൂവ് ചെയ്യുന്നത്. CPU-യും ക്യാഷും നോക്കുകയാണെങ്കിൽ ഒരു വേർഡ് ബൈ വേർഡാണ് ക്യാഷിൽ സേവ് ചെയ്തിരിക്കുന്നത്. മെയിൻ മെമ്മറിയിൽ പേജസ് ആയിട്ടായിരിക്കും സേവ് ചെയ്തിരിക്കുന്നത്. ഡിസ്കിൻ്റെ അകത്ത് നമുക്ക് ഡിസ്ക് ടു മെയിൻ മെമ്മറി നോക്കുകയാണെങ്കിൽ നമ്മളൊരു പേജിനെ ആയിരിക്കും
ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി നമ്മുടെ ബാക്കപ്പ് സ്റ്റോറേജ് എടുക്കുകയാണെങ്കിൽ അതും നമ്മുടെ ഡിസ്ക് സ്റ്റോറേജും തമ്മിൽ ഒരു സെഗ്മെൻറ്റ് മൊത്തത്തിലായിരിക്കാം ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും ആ യൂണിറ്റ് എന്ന് പറയുന്നത് കൂടി വരികയാണ്. സെഗ്മെൻറ്റ് എന്ന് പറയുന്ന കുറേ പേജസിൻ്റെ കോമ്പിനേഷനാണ്. ആ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ ഡിസ്ക് സ്റ്റോറേജിലേക്ക് അയച്ചു കൊടുക്കുന്നത്. ആ ഡിസ്ക് സ്റ്റോറേജിൽ നിന്ന് സെഗ്മെൻറ്റിൻ്റെ അകത്തെ ഒരു സിംഗിൾ പേജിനെയാണ് നമ്മൾ മെയിൻ മെമ്മറിയിലേക്ക് കൊടുക്കുന്നത്. ആ പേജിൻ്റെ അകത്തെ ഒരു സിംഗിൾ വേർഡിനെ ആയിരിക്കാം നമ്മൾ ക്യാഷിലേക്ക് അയച്ചു കൊടുക്കുന്നത്. ആ വേർഡിനെയാണ് നമ്മൾ രജിസ്റ്ററിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ പ്രോസസ്സിൻ്റെ അകത്ത് ഓരോ യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വേറെയാണ്. സെഗ്മെൻറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് പേജസ്. എ പേജ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് വേർഡ്സ്. സോ ആ വേർഡാണ് നമ്മൾ കിട്ടുന്നത്. സോ ഇവിടുത്തെ ആ ഒരു യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ ഇസ് ഡിഫറെൻറ്റ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ലെവൽസ്. അത് ഒരു ഇൻക്രീസിങ് ഓർഡറിലാണ് മൂവ് ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മെമ്മറി ഹൈറാർക്കിയുടെ പാരാമീറ്റേഴ്സ്, ആക്സസ് ടൈം പറഞ്ഞു, മെമ്മറി സൈസ് പറഞ്ഞു, കോസ്റ്റ് പെർ ബൈറ്റ് പറഞ്ഞു, ട്രാൻസ്ഫർ ബാൻഡ്വിഡ്ത്ത് പറഞ്ഞു, യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ പറഞ്ഞു. ഇനി നമുക്ക് അടുത്തത് അറിയേണ്ടത് മെമ്മറി ഹൈറാർക്കിയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തത് അറിയേണ്ടത്. പ്രോപ്പർട്ടീസ് ഓഫ് മെമ്മറി ഹൈറാർക്കി 3 എണ്ണമുണ്ട്. ഇൻക്ലൂഷൻ പ്രോപ്പർട്ടി, കൊഹറൻസ് പ്രോപ്പർട്ടി ആൻഡ് ലൊക്കാലിറ്റി പ്രോപ്പർട്ടി. ഇൻക്ലൂഷൻ, കൊഹറൻസ് ആൻഡ് ലൊക്കാലിറ്റി, ഇത് 3ഉം എന്താണെന്ന് നമുക്ക് അറിയണം. ഇതിൽ നമ്മൾ പറയുന്നത് മെമ്മറി ഹൈറാർക്കി പറയുമ്പോൾ M1 മുതൽ MN വരെ N ലെവലുണ്ട് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ഈ N ലെവൽസിനും ഈ 3 പ്രോപ്പർട്ടിയും ഉണ്ട് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. മെമ്മറിയിൽ ഈ N ലെവൽസ് ഉണ്ടെങ്കിൽ ആ N ലെവലുകൾക്കും ഇൻക്ലൂഷൻ, കൊഹറൻസ് ആൻഡ് ലൊക്കാലിറ്റി പ്രോപ്പർട്ടി ഉണ്ട് എന്നാണ് നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ക്യാഷിനെയാണ് നമ്മളിവിടെ ഇന്നർ മോസ്റ്റ് ലെവൽ M1 ആയി കൺസിഡർ ചെയ്യുന്നത്. ക്യാഷിന് CPU ആയിട്ട് ഡയറക്റ്റ്ലി കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഔട്ടർ മോസ്റ്റ് ലെവൽ MN എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് എല്ലാ ഇൻഫർമേഷൻ വേർഡ്സും അതിലുണ്ട് എന്നാണ് നമ്മുടെ അസംഷൻ. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്തേക്കുന്നത്, അതായത് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് എല്ലാ മെമ്മറിയും ഈ ഔട്ടർ മോസ്റ്റ് ലെവലിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പറയുന്നത്. ഈ 3 പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഇൻക്ലൂഷൻ പ്രോപ്പർട്ടി. ഇൻക്ലൂഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കമ്പ്യൂട്ടറിൽ മെമ്മറിയിൽ ഏത് വേർഡ് എടുത്താലും ആ ഫൈനൽ ലെവൽ MN എന്ന് പറയുന്ന ലെവലിൽ ആ എല്ലാ ഇൻഫർമേഷൻസും ഒറിജിനലി നമ്മൾ അവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് യൂസ് ചെയ്യേണ്ട ഒരു മെമ്മറി ലൊക്കേഷൻ വരുമ്പോൾ അതിനെയാണ് ഞാൻ ഡിഫറെൻറ്റ് ലെവൽസിലേക്ക്, അതിന് മുകളിലുള്ള ലെവൽസിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുന്നത്. മെയിൻ മെമ്മറിയിൽ വയ്ക്കുന്നതും ക്യാഷ് മെമ്മറിയിൽ വയ്ക്കുന്നതും രജിസ്റ്ററിൽ വയ്ക്കുന്നതും ഒക്കെ നമ്മുടെ യൂസ് അനുസരിച്ചാണ്. അപ്പോൾ എല്ലാ ഇൻഫർമേഷനും ഒറിജിനലി ലെവൽ MNലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു വാല്യൂ ലെവൽ 1ൽ കിട്ടിയെങ്കിൽ ഒരു ലെവലിൽ ഇപ്പോൾ എനിക്ക് ഒരു വേർഡ് വേണമായിരുന്നു, അത് കിട്ടിയത് ഡിസ്കിൻ്റെ അകത്ത് നോക്കിയപ്പോൾ ആ ഒരു വേർഡ് കിട്ടിയെങ്കിൽ നമുക്ക് അതിൻ്റെ എല്ലാ ഇന്നർ ലെവൽസിലും ഇറ്റ് ഷുഡ് ബി പ്രസൻറ്റ് അറ്റ് ഓൾ ഓഫ് ദി ഇന്നർ ലെവൽസ് ടു ഇറ്റ്. അതായത് Mi-2 ഈസ് എ സബ്സെറ്റ് ഓഫ് Mi-1. ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് Mi എന്ന് പറയുന്ന ഒരു ലെവലുണ്ട് എങ്കിൽ ആ Mi എന്ന് പറയുന്ന ഒരു മെയിൻ സെറ്റാണ്. അതിൻ്റെ Mi-1 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സബ്സെറ്റായിട്ട് വരും. Mi-2 എന്ന് പറയുന്നത് Mi-1ൻ്റെ ഒരു സബ്സെറ്റായിട്ട് വരും. ഇപ്പോൾ ഒരു വേർഡ് Mi എന്ന് പറയുന്ന ലെവലിൽ മിസ്സിംഗ് ആണ് എങ്കിൽ അതിൻ്റെ ലോവർ ലെവൽസിൽ ഒന്നും ആ വേർഡ് ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. ഇപ്പോൾ മെയിൻ മെമ്മറിയിൽ ഒരു വേർഡ് ഇല്ല എങ്കിൽ അതിനർത്ഥം ക്യാഷ് മെമ്മറിയിൽ ഉറപ്പായിട്ടും ആ വേർഡ് ഉണ്ടാവില്ല.
ക്യാഷിലുണ്ടെങ്കിൽ ക്യാഷിൽ നിന്ന് ഡയറക്റ്റ്ലി നമ്മൾ അതിനെ എടുത്തേനെ. ഇല്ല, മെയിൻ മെമ്മറിയിൽ ഇല്ല എന്ന് വെച്ചാൽ അതിനർത്ഥം ക്യാഷ് മെമ്മറിയിൽ എന്തായാലും കാണില്ല. ഡിസ്കിലോ ബാക്കപ്പ് സ്റ്റോറേജിലോ നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ഇൻക്ലൂഷൻ പ്രോപ്പർട്ടി. ഒരു ലെവൽ MI എടുക്കുകയാണ്. MI-2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് MI-1 വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് MI. അപ്പോൾ MI എന്ന് പറയുന്ന ഒരു ലെവൽ എടുത്താൽ അതിൻ്റെ അകത്ത് MI-1 കാര്യങ്ങളെല്ലാം MIയിൽ കാണും, ആൻഡ് MI-2 കാര്യങ്ങളെല്ലാം MIയിൽ കാണും. അതാണ് ഇൻക്ലൂഷൻ പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു വേർഡ് എടുക്കുന്നു, ആ വേർഡ് മെയിൻ മെമ്മറിയിൽ ഇല്ല എങ്കിൽ അതിന് താഴേക്ക് ക്യാഷ് മെമ്മറിയിൽ ഉറപ്പായിട്ടും ആ വേർഡ് ഉണ്ടാവില്ല. അതാണ് ഇൻക്ലൂഷൻ പ്രോപ്പർട്ടി പറയുന്നത്. യൂണിറ്റ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ അറ്റ് ഈച്ച് ലെവൽ, നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഈച്ച് ലെവൽ എന്തൊക്കെയാണ് എന്ന് ഒന്നും കൂടി ആ ഫിഗർ വെച്ചിട്ട് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മുടെ മാഗ്നറ്റിക് ടേപ്പ് യൂണിറ്റ് അല്ലെങ്കിൽ ബാക്കപ്പ് സ്റ്റോറേജിൽ നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് ഇവിടെ സെഗ്മെൻറ്റ്സ് ആണ്. ഇവിടുത്തെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു സെഗ്മെൻറ്റിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ പേജസ് വരാം, ഒരു പേജിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ വേർഡ്സ് വരാം. നമ്മൾ ഒരു M4 നിന്ന് നമ്മൾ M3 ആയ ഡിസ്ക് സ്റ്റോറേജിലേക്ക് നമ്മൾ ഒരു സെഗ്മെൻറ്റിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ആ സെഗ്മെൻറ്റിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ പേജസ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്തേക്കുന്നത്. ഇനി മെയിൻ മെമ്മറിയിൽ നമുക്ക് പേജിനെയാണ് ഇതിലുള്ള ഒരു സിംഗിൾ പേജിനെയാണ് ഞാൻ മെയിൻ മെമ്മറിയിലേക്ക് കൊടുക്കുന്നത്. മെയിൻ മെമ്മറിയിലേക്ക് ആൻഡ് ഡിസ്ക് സ്റ്റോറേജിലേക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പേജസ് ആണ്. ഈ പേജസിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ വേർഡ്സ് ഉണ്ടാവാം. ഈ A എന്ന് പറയുന്നത് ഒരു സിംഗിൾ വേർഡാണ്. ഇനി ഈ എനിക്ക് A എന്ന് പറയുന്ന വേർഡിനെയാണ് ഞാൻ ക്യാഷ് മെമ്മറിയിലേക്ക് കൊടുക്കുന്നത്. സോ ക്യാഷ് മെമ്മറി, മെയിൻ മെമ്മറി ടു ക്യാഷ് മെമ്മറിയിലേക്ക് ഒരു സിംഗിൾ വേർഡിനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഡിസ്ക് സ്റ്റോറേജിൽ നിന്ന് മെയിൻ മെമ്മറിയിലേക്ക് പേജിനെ ആയിരുന്നു ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബാക്കപ്പിൽ നിന്ന് ഡിസ്കിലേക്ക് ഒരു സെഗ്മെൻറ്റിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ മെമ്മറി ഹൈറാർക്കി എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് താഴത്തേക്ക് നോക്കാനാണെങ്കിൽ B ഒരു വേർഡാണ്. ആ B വേർഡ് എന്ന് പറയുന്നത് ഒരു പേജിൻ്റെ പാർട്ടാണ്. B എന്ന് പറയുന്ന പേജിൻ്റെ പാർട്ടാണ്. ഈ B എന്ന് പറയുന്നത് ഈ F എന്ന് പറയുന്ന സെഗ്മെൻറ്റിൻ്റെ പാർട്ടാണ്. ഈ F സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഫൈനൽ ബാക്കപ്പ് സ്റ്റോറേജിൽ ഈ ഒരു ഈ സെഗ്മെൻറ്റ് ഇവിടെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു കോപ്പിയാണ് നമ്മളിവിടെ എടുത്ത് വച്ചേക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ഇതിൽ പറഞ്ഞേക്കുന്നത് യൂണിറ്റ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ അറ്റ് ഈച്ച് ലെവൽ. CPU ആൻഡ് ക്യാഷ് മെമ്മറി തമ്മിൽ വേർഡ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. വേർഡ്സ് ക്യാൻ ബി 4 or 8 ബൈറ്റ്സ്. ക്യാഷ് എന്ന് പറയുന്നത് ക്യാഷ് ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ബ്ലോക്കും 32 ബൈറ്റാണ്. യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ക്യാഷ് ആൻഡ് മെയിൻ മെമ്മറി ബ്ലോക്സ് ആണ്. മെയിൻ മെമ്മറി എന്ന് പറയുന്നത് പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈച്ച് പേജ് 4 കിലോബൈറ്റ് ആണ്. മെയിൻ മെമ്മറി ആൻഡ് ഡിസ്ക് തമ്മിലുള്ള യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പേജസ് ആണ്. ഡിസ്ക് മെമ്മറി ഈസ് ഓർഗനൈസ്ഡ് ആസ് സെഗ്മെൻറ്റ്സ്. അതിൻ്റെ സൈസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. യൂണിറ്റ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഡിസ്ക് ആൻഡ് ബാക്കപ്പ് സ്റ്റോറേജ് എന്ന് പറയുന്നത് സെഗ്മെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ അതാണ് ഇൻക്ലൂഷൻ പ്രോപ്പർട്ടി. നെക്സ്റ്റ് ഇസ് കൊഹേറൻസ് പ്രോപ്പർട്ടി. കൊഹറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഐറ്റത്തിൻ്റെ കോപ്പീസാണ്, സെയിം ഇൻഫർമേഷൻ തന്നെയാണ് അതിൻ്റെ സക്സസീവ് ലെവൽസിലെല്ലാം നമ്മൾ വച്ചിരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ ഫിഗർ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സെഗ്മെൻറ്റ് നമ്മുടെ ബാക്കപ്പ് സ്റ്റോറേജിലുണ്ടായിരുന്ന ഒരു സെഗ്മെൻറ്റിൻ്റെ ഒരു കോപ്പീനെ നമ്മൾ ഡിസ്കിൽ വെച്ചിട്ടുണ്ട്. അതിലെ ഒരു പേജിൻ്റെ ഒരു കോപ്പീനെ മെയിൻ മെമ്മറിയിൽ വെച്ചിട്ടുണ്ട്. അതിലെ ഒരു വേർഡിൻ്റെ കോപ്പീനെ നമ്മൾ ക്യാഷിൽ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു സിംഗിൾ തിങ്ങിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസാണ്. ഈ കോപ്പീസ് എല്ലാം നമുക്ക് കൺസിസ്റ്റൻ്റ് ആയി സൂക്ഷിക്കുക എന്നൊരു പ്രോസസ്സ് അവിടെ നടക്കണം. അല്ല എന്നുണ്ടെങ്കിൽ we will get multiple values for same thing.
ദാറ്റ് വിൽ ലീഡ് ടു ആൻ ഇൻകൺസിസ്റ്റൻസി. അത് വരാൻ പാടില്ല. നമ്മൾ ഒരു വേർഡിനെ ക്യാഷിൽ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ കോപ്പീസ് ഓഫ് ദാറ്റ് വേർഡ് മസ്റ്റ് ബി അപ്ഡേറ്റഡ് ഇവൻച്വലി ഓർ ഇമ്മീഡിയറ്റ്ലി അറ്റ് ഓൾ ഔട്ടർ ലെവൽ. നമ്മളൊരു വേർഡിനെ ക്യാഷിൽ മാറ്റുകയാണെങ്കിൽ അതിൻ്റെ വേറെ മൾട്ടിപ്പിൾ കോപ്പീസ് പല സ്ഥലത്ത് കാണും. ആ കോപ്പീസിനെ എല്ലാം അപ്ഡേറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ അപ്പം തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പതുക്കെ ഇവൻച്വലി ആയിട്ട് എപ്പോഴെങ്കിലും നമ്മളതിനെ അപ്ഡേറ്റ് ചെയ്യുക തന്നെ ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ആ ഒരു ഹൈറാർക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സ്ഥലത്ത് മാറ്റി മറ്റിടത്ത് മാറ്റിയില്ലെങ്കിൽ അത് രണ്ടും രണ്ട് കോപ്പി ആയിപ്പോവും. അപ്പോൾ നമുക്ക് ആ ഹൈറാർക്കി എന്ന് പറയുന്നൊരു സാധനം അവിടെ വരുന്നില്ല. അത് കിട്ടണമെങ്കിൽ നമുക്ക് രണ്ട് കൊഹറൻറ്റ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് റൈറ്റ് ബാക്ക് ആൻഡ് റൈറ്റ് ത്രൂ ആൻഡ് സെക്കൻഡ് വൺ ഈസ് റൈറ്റ് ബാക്ക്. ഇതോരോന്നും എന്താണെന്ന് നോക്കാം. റൈറ്റ് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു മെമ്മറി ലൊക്കേഷനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പം തന്നെ മോഡിഫൈ ചെയ്യുമ്പോൾ തന്നെ ഞാൻ അതിനെ എല്ലാ കോപ്പീസിലും അപ്ഡേറ്റ് ചെയ്യുക. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കറക്റ്റ്നെസ് അപ്പം തന്നെ ഗ്യാരണ്ടീഡാണ്. ഞാൻ എപ്പോഴൊക്കെ സേവ് ഞെക്കുന്നോ അപ്പോഴൊക്കെ ഞാൻ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നു, എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയാൽ അപ്പം തന്നെ എല്ലാ കോപ്പീസിലും അത് മോഡിഫൈ ആവുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇറ്റ് ഈസ് എ വെരി എക്സ്പെൻസീവ് ആൻഡ് അഗ്രസീവ് സ്ട്രാറ്റജി. ഇത് യൂസ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. നമ്മൾ ഓരോ ചേഞ്ച് വരുത്തുമ്പോഴും ഇതിൻ്റെ എത്ര കോപ്പീസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ച് ആ ചേഞ്ചസ് റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ റൈറ്റ് ത്രൂ എന്ന് പറയുന്നത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. സോ നമുക്ക് അടുത്ത ഒരു സ്ട്രാറ്റജി വേണം, അതാണ് റൈറ്റ് ബാക്ക്. റൈറ്റ് ബാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഡാറ്റ ഐറ്റത്തിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യില്ല. ആ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു പേജ് എവിടെയെങ്കിലും റീപ്ലേസോ റിമൂവോ ചെയ്യുമ്പോൾ മാത്രം അതിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതാണ് റൈറ്റ് ബാക്ക്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എഫിഷ്യൻ്റ് അപ്രോച്ചാണ്. എപ്പോഴും ഒന്നും മാറ്റണ്ട. അതിനെ ആ ഒരു ബ്ലോക്കിനെ നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ മാറ്റുകയാണെങ്കിലൊക്കെ നമുക്ക് അപ്ഡേഷൻ നടത്തിയാൽ മതി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഷെയർ ചെയ്യുന്ന കേസൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിൽ ഇഷ്യൂസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. സോ കൊഹറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. സെയിം ഇൻഫർമേഷൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടെങ്കിൽ അതെല്ലാം കൺസിസ്റ്റൻസ് ആയി സൂക്ഷിക്കുക എന്നുള്ളതാണ് കൊഹറൻസ്. നമ്മുടെ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവലിൽ ഇപ്പോൾ മെയിൻ മെമ്മറിയിൽ ഒരു സാധനത്തിനെ കണ്ടില്ല എങ്കിൽ അതിൻ്റെ താഴത്തെ ഒരു ലെവലിലും അതിനെ കാണില്ല. ഫൈനൽ ലെവലിൽ എല്ലാ മെമ്മറിയും അതിൻ്റെ അകത്ത് ഉണ്ടാകും. ഇതാണ് ഇൻക്ലൂഷൻ പ്രോപ്പർട്ടി. ഇനി നെക്സ്റ്റ് ഇസ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ്. അതായത് നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന വേരിയബിൾസിനെ അതിനെ എങ്ങനെ നമുക്ക് ക്യാഷിലേക്ക് കൊണ്ടുവയ്ക്കണം, ഏത് മെമ്മറീനെയാണ് നമ്മൾ ക്യാഷിൽ വയ്ക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് ഏത് മെമ്മറീനെ വേണം വയ്ക്കാൻ എന്നുള്ളതാണ് ഈ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നമുക്കൊരു ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സമ്മ് ഈക്വൽ ടു 0 ഒരു ലൂപ്പാണ്. സം പ്ലസ് ഈക്വൽ ടു എ പ്ലസ് ഐ ഇൻസൈഡ് ലൂപ്പാണ്. റിട്ടേൺ സം. ഇവിടെ സമ്മിൻ്റെ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐട്രേഷനാണ്. അതായത് സമ്മിനെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തു, ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെയും എനിക്ക് ആ സമ്മിനെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് റിപ്പീറ്റഡ്ലി സെയിം സാധനത്തിനെ നമ്മൾ യൂസ് ചെയ്യുകയാണ്. അങ്ങനെയുള്ളതിനെയെല്ലാം നമ്മൾ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ ക്യാഷിലേക്ക് എടുത്ത് വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഒരു ഫേമസ് 40/10 റൂളുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിൻ്റെ 40% സമയത്തും നമ്മൾ ഒരു 10% കോഡിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നത് എന്നതാണ് ആ ഒരു 40/10 റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പ്രോഗ്രാം എടുത്ത് അതിൻ്റെ ഒരു കുറച്ച് ഭാഗം കോഡിലാണ് നമ്മൾ ഭൂരിഭാഗം സമയവും ചെലവഴിക്കുന്നത്. ഇപ്പോൾ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് 3 തരമുണ്ട്: ടെമ്പോറൽ, സ്പേഷ്യൽ ആൻഡ് സീക്വൻഷ്യൽ. ടെമ്പോറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെൻ്റ്ലി റെഫറൻസ് ചെയ്തൊരു ഐറ്റത്തിനെ വീണ്ടും റെഫറൻസ് ചെയ്യാൻ ഫ്യൂച്ചറിൽ അതിനെ തന്നെ വീണ്ടും റെഫറൻസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളതിനെ നമ്മൾ എടുത്തു വയ്ക്കുന്നു. അതാണ് ടെമ്പോറൽ പ്രോപ്പർട്ടി.
if location M is referenced at time t, then location M will be referenced again at some time t plus dt. എമ്മിന് ഇപ്പോൾ ആക്സസ് ചെയ്തു, കുറച്ച് നേരം കഴിയുമ്പോൾ അതിന് വീണ്ടും ആക്സസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ടെമ്പോറൽ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ്. അടുത്തത് സ്പേഷ്യൽ, അതായത് ഇപ്പം ഞാനൊരു ഡാറ്റ ഐറ്റത്തിന് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള അതിൻ്റെ നിയർ വൺ അഡ്രസ്സുകളെ ആക്സസ് ചെയ്യാനുള്ള ടെൻഡൻസിനെയാണ് സ്പേഷ്യൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു അറേയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എലമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ A0 ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ A1 A2 ആക്സസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമുക്ക് ക്യാഷിലേക്ക് കൊണ്ടുവയ്ക്കാനായിട്ട് നോക്കണം. ഇപ്പോൾ ഒരു ലൊക്കേഷൻ എമ്മിനെ നമ്മൾ ഒരു ടൈം ടിയിൽ ആക്സസ് ചെയ്യുകയാണെങ്കിൽ അനദർ ലൊക്കേഷൻ M പ്ലസ് ഡി എമ്മിനെ റെഫറൻസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അറ്റ് സം ടൈം ടി പ്ലസ് ഡി ടി. ഇത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഈ മെമ്മറി കഴിഞ്ഞുള്ള മെമ്മറീനെ ആക്സസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് സ്പേഷ്യൽ. സീക്വൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോളോ എ സീക്വൻഷ്യൽ പ്രോഗ്രാം ഓർഡർ അൺലെസ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ക്രിയേറ്റ് ഔട്ട് ഓഫ് ഓർഡർ എക്സിക്യൂഷൻ. ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ഔട്ട് ഓഫ് ഓർഡർ എക്സിക്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഒരു സീക്വൻഷ്യൽ പ്രോഗ്രാം ഓർഡർ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ലൊക്കേഷൻ എമ്മിനെ റെഫറൻസ് ചെയ്യാണ്, ദെൻ M+1 M+2 വിൽ ബി റെഫറൻസ്ഡ് അഗെയിൻ അറ്റ് സം ടൈം ടി പ്ലസ് ഡി ടി ഡാഷ് എക്സെട്ര ആണ് സീക്വൻഷ്യൽ. സോ മെമ്മറി ഡിസൈൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് അതിൻ്റെ അകത്തൊരു ഇംപ്ലിക്കേഷനായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? Each type of locality design locality affects design of memory hierarchy. ഇതിലേത് ലൊക്കാലിറ്റിയാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഡിസൈനിനെ അഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. One of the implication of locality is data and instruction should have separate data and instruction cache. ഈ നമ്മൾ നേരത്തെ കുറച്ച് പ്രോസസ്സേഴ്സിൻ്റെ ആർക്കിടെക്ചറൊക്കെ നോക്കിയിരുന്നു. അതിൽ സിസ്ക് പ്രോസസ്സേഴ്സിൽ ഡാറ്റ ക്യാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് റിസ്ക് പ്രോസസ്സേഴ്സ് വന്നപ്പോൾ ദേ മേഡ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ക്യാഷ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ അത് ഈ മെമ്മറി ഡിസൈൻ ഇംപ്ലിക്കേഷൻസിനെയൊക്കെ ബേസ് ചെയ്താണ്. ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പറാൻഡിനെ ഫെച്ച് ചെയ്യാനും ഇൻസ്ട്രക്ഷനെ ഫെച്ചിങ്ങും സൈമൾട്ടേനിയസ്ലി ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു മെമ്മറി ഡിസൈൻ ഇംപ്ലിക്കേഷൻ ആണ്. സോ ദിസ് ഈസ് അവർ മെമ്മറി ഹൈറാർക്കി. സോ താങ്ക് യു സോ മച്ച്.